ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 18-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും അതേപോലെ അതിന്റെ ഫുൾ സ്റ്റഡി മെറ്റീരിയലും ലഭിക്കുന്നതാണ്. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 399 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഈ ഒരു CPO എക്സാമിന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എക്സാം നമുക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയലുകൾ ലഭ്യമായിട്ടുള്ളത്. ഇനി ഈ ഒരു റാങ്ക് ഫയലിൽ ന്യൂ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മികച്ച ഈ ഒരു റാങ്ക് ഫയലിലൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ റാങ്ക് ഫയലുകൾ സ്വന്തമാക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 17-ന്റെ പ്രത്യേകത എന്തെന്നാണ്. ഏപ്രിൽ 17 എല്ലാ വർഷവും ലോക ഹീമോഫീലിയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. എന്താണ് ഏപ്രിൽ 17-ന്റെ പ്രത്യേകത? എന്താണ്? ലോക ഹീമോഫീലിയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താ ഈ ഒരു രോഗത്തെക്കുറിച്ച്, അതായത് ഹീമോഫീലിയ എന്നുള്ള രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി 2026 ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി നമുക്ക് പഠിച്ചു വെക്കാം. എന്താണ് പ്രമേയം? ഡയഗ്നോസിസ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു കെയർ എന്നുള്ളതാണ്. എന്താണ്? ഡയഗ്നോസിസ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു കെയർ എന്നുള്ളതാണ് 2026 ലോക ഹീമോഫീലിയ ദിനത്തിന്റെ പ്രമേയമായി വരുന്നത്. ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എന്നാണെന്ന് ഓർത്തു വെക്കുക. ഏപ്രിൽ 17 എല്ലാ വർഷവും ലോക ഹീമോഫീലിയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി അടുത്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ഏപ്രിലിൽ സെബിയുടെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, KV രമണമൂർത്തിയാണ്. ആരാണ്? KV രമണമൂർത്തിയാണ്. എന്താണ്? സെബിയുടെ ഒരു മെമ്പറായിട്ട് വന്നിരിക്കുകയാണ്. സെബിയുടെ എന്താണ് മുഴുവൻ സമയ അംഗമായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത്. അപ്പോൾ 2026 ഏപ്രിലാണ് ഈ ഒരു നിയമനം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹം നിയമിതനായിട്ടുള്ളത് 3 വർഷ കാലാവധിയിലേക്കാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്? 3 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് KV രമണമൂർത്തി ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്? സെബിയുടെ ആണ്. അപ്പോൾ സെബിയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എന്താണ് സെബിയുടെ ഫുൾ ഫോം വരുന്നത്. സെബി എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ ഓഹരി വിപണിയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപെക്സ് ബോഡിയാണ് സെബി. ഓക്കെ. ഇനി സെബിയുടെ ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം. തുഹിൻ കാന്ത പാണ്ഡെയാണ് എന്താണ് സെബിയുടെ ചെയർമാൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. സെബി സ്ഥാപിതമായത് എന്നാണെന്ന് നമുക്കറിയാവുന്നതാണ്. 1988 ഏപ്രിലാണ് എന്താണ് സെബി സ്ഥാപിതമായത്. ഇനി 1992 എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയത്. എന്താണ്? 1992 സെബി എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയത്. ഇനി നിലവിലെ ആസ്ഥാനം എവിടെയാണെന്ന് ഓർത്തു വെക്കുക. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് സെബിയുടെ ആസ്ഥാനം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെബിയെ കുറിച്ച് ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ നോക്കിയ പോയിന്റ് എന്താണ്? സെബിയുടെ മുഴുവൻ സമയ അംഗമായി അടുത്തിടെ നിയമിതനായതാരാണ്? KV രമണമൂർത്തിയാണ്. ഇനി മറ്റൊരു അപ്പോയിന്റ്മെന്റ് കൂടി നമുക്ക് നോക്കി വെക്കാം. ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ കൗൺസിലിന്റെ കീഴിലുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ഡയറക്ടർ ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ബീന പിള്ളയാണ്. എന്താണ്? ബീന പിള്ളയാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറായിട്ട് നിയമിതയായിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഏത് സ്ഥാപനത്തിന്റെയാണ്? ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സെന്റർ കൗൺസിലിന്റെ കീഴിലുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ഡയറക്ടറായിട്ടാണ് നിയമിതയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ന്യൂഡൽഹിയിലെ CSIR എന്താണ്? CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജിയിലെ ചീഫ് സയന്റിസ്റ്റ് കൂടിയായിരുന്നു ആരാണ്? ബീന പിള്ള എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ബീന പിള്ളയാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതയായിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നതെന്ന് ഓർത്തു വെക്കുക. ദൊലേരയിലാണ്. എവിടെയാണ്? ദൊലേരയിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടാണ് എന്താണ് സെമി കണ്ടക്ടർ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ദൊലേരയിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എവിടെയാണ്? ഗുജറാത്തിലെ ദൊലേരയിലാണ് ഈ ഒരു സ്ഥാപനം വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്താണ് അതിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അനുമതി എന്താണ്? നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം നൽകി കഴിഞ്ഞിരിക്കുകയാണ്.
ഇന്ത്യയുടെ ചിപ്പ് നിർമ്മാണ രംഗത്തെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ധൊലേരയിലാണ്, ഗുജറാത്തിലെ ധൊലേരയിലാണ് നിലവിൽ വരുന്നത്. ഇനി ഒരു കമ്മിറ്റി അധ്യക്ഷയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ് ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ. എന്തിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണെന്ന് നോക്കാം. ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനായിട്ട് രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്? ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണെന്ന് ഓർത്തു വെക്കുക, ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേന്ദ്ര ശമ്പള കമ്മീഷന്റെ 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ അധ്യക്ഷയുമാര് തന്നെയാണ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. അപ്പോൾ ഒരു കേന്ദ്ര ശമ്പള കമ്മീഷന്റെ അധ്യക്ഷയാവുന്ന ആദ്യ വനിത കൂടിയാണ് ആരാണ്? രഞ്ജന പ്രകാശ് ദേശായി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഏകീകൃത സിവിൽ കോഡ്. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്താണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? നമുക്കറിയാവുന്നതാണ് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഈ ഒരു ഏകീകൃത സിവിൽ കോഡ് അംഗീകരിച്ച ആദ്യത്തെ നമ്മുടെ സംസ്ഥാനം, ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഈ ഒരു കോഡ് പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഗുജറാത്തിന്റെ കാര്യം. ഗുജറാത്ത് നിയമസഭ ഈ ഒരു ഏകീകൃത സിവിൽ കോഡിന് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഛത്തീസ്ഗഡിൽ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണെന്ന് ഓർത്തു വെക്കുക, രഞ്ജന പ്രകാശ് ദേശായി ആണ്. ഇനി ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക, വിഷ്ണു ദിയോ സായി ആണ്. ആരാണ്? വിഷ്ണു ദിയോ സായി ആണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി. ഇനി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2026 ഏപ്രിലെ റിപ്പോർട്ട് പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തിൽ IMF പ്രവചിച്ചിരിക്കുന്ന ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക 6.5% പ്രവചിച്ചിരിക്കുന്നത്. എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 6.5% GDP വളർച്ചാ നിരക്ക് ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏത് സാമ്പത്തിക വർഷത്തിലാണ്? 2026-27 സാമ്പത്തിക വർഷത്തിലാണ്. അപ്പോൾ 2026 ഏപ്രിലുള്ള റിപ്പോർട്ട് പ്രകാരമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആരുടെയാണ്? IMF ആണ് ഇത്തരത്തിൽ പ്രവചനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാകുമെന്നാണ് പറയുന്നത്? 6.5% ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി IMFന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ് IMFന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര നാണയനിധി. എവിടെയാണ് ആസ്ഥാനം? വാഷിംഗ്ടൺ DC ആണ് IMFന്റെ ആസ്ഥാനമായി വരുന്നത്. നിലവിലെ IMFന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ക്രിസ്റ്റലീന ജോർജീവയാണ് നിലവിലെ IMFന്റെ മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ ഓർത്തു വെക്കുക ഈ ഒരു സാമ്പത്തിക വളർച്ച, അതായത് GDPയിലെ വളർച്ച എത്രയായിട്ടാണ് IMF പ്രവചിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 6.5% ആയിരിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇനി ഒരു കരാറുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം. 2026 ഏപ്രിലിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്ന രാജ്യം ഏതെന്നാണ്? ഓർത്തു വെക്കുക, ന്യൂസിലാൻഡ് ആണ്. ഏത് രാജ്യമാണ്? ന്യൂസിലാൻഡും അതേപോലെ തന്നെ ഇന്ത്യയും ചേർന്നിട്ട് ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ പോവുകയാണ്. 2026 ഏപ്രിലാണ് ഒപ്പുവെക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായിരിക്കും ഇതിന്റെ ലക്ഷ്യം? രാജ്യത്തേക്ക് താരിഫ് രഹിതമായിട്ട് സാധനങ്ങളെ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണാപത്രമായിരിക്കും ഇതിനുണ്ടാവുന്നത്, കരാറായിരിക്കും ഇത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യയും അതേപോലെ ന്യൂസിലാൻഡും തമ്മിലാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഇസ്രായേലുമായുള്ള പ്രതിരോധ സഹകരണ കരാർ താൽക്കാലികമായി നിർത്തിവെച്ച രാജ്യം ഏതെന്നാണ്? ഓർത്തു വെക്കുക, ഇറ്റലിയാണ്. അപ്പോൾ ഏത് രാജ്യവുമായുള്ളതാണെന്ന് ഓർത്തു വെക്കുക, ഇസ്രായേലുമായിട്ടുള്ള പ്രതിരോധ സഹകരണ കരാറാണ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥകളൊക്കെ അറിയാവുന്നതാണ്. അതിന്റെ യുദ്ധ സാഹചര്യമൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇറ്റലി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇവരുമായിട്ടുള്ള, അതായത് ഇസ്രായേലുമായിട്ടുള്ള പ്രതിരോധ സഹകരണ കരാർ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഇറ്റലിയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക, ജോർജിയ മെലോണി. ആരാണ്? ജോർജിയ മെലോണിയാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി. അപ്പോൾ ഓർത്തു വെക്കാം നമ്മൾ നോക്കിയ പോയിന്റ്, ഇസ്രായേലുമായിട്ടുള്ള പ്രതിരോധ സഹകരണ കരാർ താൽക്കാലികമായി നിർത്തിവെച്ച രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ഇനി ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചുഴലിക്കാറ്റിന്റെ പേര് ഇതാണ്, മൈല. മൈല എന്ന ചുഴലിക്കാറ്റാണ്. അപ്പോൾ എവിടെയാണ് ഈ ഒരു ചുഴലിക്കാറ്റ് നാശം വിതച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക, പാപ്പുവ ന്യൂഗിനിയ. എവിടെയാണ്? പാപ്പുവ ന്യൂഗിനിയയിൽ അടുത്തിടെ നാശം വിതച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് മൈല എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഏത് രാജ്യത്തെയാണ് കൂടുതലായിട്ട് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുക. പാപ്പുവ ന്യൂഗിനിയ. എവിടെയാണ്? പാപ്പുവ ന്യൂഗിനിയയിലാണ് ഈ ഒരു ചുഴലിക്കാറ്റിന്റെ പേര് ഓർത്തു വെക്കുക, മൈല. മൈല എന്നാണ് ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2030 ആകുമ്പോഴേക്കും 1 ബില്യൺ
ജനങ്ങളുടെ ജലസുരക്ഷ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനുള്ള ആഗോള പ്ലാറ്റ്ഫോമായ വാട്ടർ ഫോർവേഡ് എന്താണ് വാട്ടർ ഫോർവേഡ് ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടന ഏതെന്നാണ് ഓർത്തുവെക്കാം. ലോക ബാങ്ക് ആണ്. ഏത് സംഘടനയാണ്? ലോക ബാങ്ക് ആണ് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത്. എന്താണെന്ന് ഓർത്തുവെക്കുക, സിമ്പിൾ ആയിട്ട് ഓർത്തുവെക്കുക. വാട്ടർ ഫോർവേഡ് എന്നുള്ള ആഗോള പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ലോക ബാങ്ക് ആണ്. ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വാട്ടർ ഫോർവേഡ്? അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഓർത്തുവെക്കുക. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 2030 ആകുമ്പോഴേക്ക് 1 ബില്യൺ ജനങ്ങളുടെ ജലസുരക്ഷ മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗോള പ്ലാറ്റ്ഫോം ആണിത്. അപ്പോൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് ലോക ബാങ്ക് ആണ് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ബഹുമുഖ വികസന ബാങ്കുകൾ, വികസന ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ചുകൊണ്ടിട്ടാണ് ലോക ബാങ്ക് ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണ് പുറത്തിറക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഈ ഒരു വാട്ടർ ഫോർവേഡ് എന്നുള്ള പ്ലാറ്റ്ഫോം ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? അത് ലോക ബാങ്ക് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വേദിയാണ്. 2026 ബ്രിക്സ് ആരോഗ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയെന്നാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ് വേദിയാവുന്നത്. എന്താണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ് ഈ ഒരു സമ്മേളനത്തിന് വേദിയായത്. 2026 ഏത് വർഷമാണ്? 2026 ബ്രിക്സ് ആരോഗ്യ സമ്മേളനത്തിന്റെ വേദിയാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് മീറ്റിംഗ്, ബ്രിക്സ് ഹെൽത്ത് മീറ്റിംഗ് എന്താണ്? ആദ്യമായിട്ടാണ് ബ്രിക്സിന്റെ കീഴിൽ ഇത്തരത്തിലൊരു ഹെൽത്ത് മീറ്റിംഗ് നടക്കുന്നത്. അത് എവിടെ വെച്ചാണ് നടന്നതെന്ന് ഓർത്തു വെക്കുക. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്, ഇന്ത്യയിലെ ന്യൂഡൽഹി വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് എന്താണ്? ബ്രിക്സിന് കീഴിലുള്ള ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക. ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹി വെച്ചിട്ടാണ് 2026 ബ്രിക്സ് ആരോഗ്യ സമ്മേളനം നടന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2026 ഏപ്രിലിൽ സെബിയുടെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത് ആരാണ്? KV രമണമൂർത്തിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് നോക്കിയത്. എന്താണ്? ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ കൗൺസിലിന്റെ കീഴിലുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ഡയറക്ടർ ആരെന്നാണ് ഓർത്തു വെക്കുക. ബീന പിള്ളയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? ധൊലേരയിലാണ്. എവിടെയാണ്? ധൊലേരയിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഗുജറാത്തിലെ ധൊലേരയിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷയെ കുറിച്ചിട്ടായിരുന്നു. എന്താണ്? രഞ്ജന പ്രകാശ് ദേശായി ആണ് അധ്യക്ഷയായി വരുന്നത്. എന്തിന്റെയാണ്? ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ടാണ് വരുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് 2026 ഏപ്രിലിലെ റിപ്പോർട്ട് പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തിൽ IMF പ്രവചിച്ചിരിക്കുന്ന ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയെന്നാണ്? 6.5% ആയിരിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു കരാറുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. 2026 ഏപ്രിലിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറ് ഒപ്പുവെക്കുന്ന രാജ്യം ഏതാണ്? ന്യൂസിലൻഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇസ്രായേലുമായുള്ള പ്രതിരോധ സഹകരണ കരാർ താൽക്കാലികമായി നിർത്തിവെച്ച രാജ്യം ഏതെന്നാണ്? ഇറ്റലിയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധ പശ്ചാത്തലം കണക്കെടുത്തുകൊണ്ടാണ് ഇറ്റലി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നീട് ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. മൈല എന്നുള്ള ചുഴലിക്കാറ്റാണ്. അടുത്തിടെ പാപ്പുവ ന്യൂഗിനിയിൽ നാശം വിതച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് മൈല എന്നുള്ള ചുഴലിക്കാറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2030 ആവുമ്പോഴേക്കും 1 ബില്യൺ ജനങ്ങളുടെ ജലസുരക്ഷ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനുള്ള ആഗോള പ്ലാറ്റ്ഫോമായിട്ടുള്ള വാട്ടർ ഫോർവേഡ് ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടന ഏതെന്നാണ്? ലോക ബാങ്ക് ആണ് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ലോക ബാങ്ക് ആരംഭിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വാട്ടർ ഫോർവേഡ് എന്നുള്ളത്. അപ്പോൾ അതിന് എന്തിനു വേണ്ടിയിട്ടാണ്? 2030 ആകുമ്പോഴേക്കും 1 മില്യൺ ജനങ്ങളുടെ ജലസുരക്ഷ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വേദിയാണ് നമ്മൾ നോക്കിയത്. 2026 ബ്രിക്സ് ആരോഗ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എന്താണ് ബ്രിക്സിന്റെ കീഴിൽ ഇത്തരത്തിലൊരു ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് നടക്കുന്നത്. അത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്, ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2026 വെസ്റ്റേൺ അവാർഡുകളെ ലീഡിംഗ് വുമൻസ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്? ഓപ്ഷൻ എ ദീപ്തി ശർമ്മ, ഓപ്ഷൻ ബി സ്മൃതി മന്ദാന, ഓപ്ഷൻ സി ഹർമൻ പ്രീത് കർ, ഓപ്ഷൻ ഡി ഷഫാലി വർമ്മ. അടുത്ത ചോദ്യം ഇതാണ്. അടുത്തിടെ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് സമ്രാട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്തത്? ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി സിക്കിം. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. അടുത്തിടെ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്നായിരുന്നു? ഏത് രാജ്യത്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അമേരിക്കയിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഭാരതീയ ഭാഷാ പരീക്ഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ മലയാള എഴുത്തുകാരി ആരെന്നായിരുന്നു? ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ജിൻഷ കെങ്ങയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.